ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവം കൊണ്ടാണ്. നമുക്ക് കേരളീയർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചക്കക്കുരു മാങ്ങ. അത് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പം അത് നമ്മൾ എല്ലാവരും വെക്കണ സാധനം തന്നെയാണെങ്കിലും നമ്മൾ വെക്കുന്നത് വേറെ രീതിയിലാണ്. അപ്പം അതെങ്ങനെയെന്നൊക്കെ നമ്മൾക്കൊന്ന് കാണാം. പിന്നെ ഞാൻ അതുകൊണ്ട് തന്നെ ചക്കക്കുരു മുരിങ്ങൻ്റെ ഇല ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്, തേങ്ങയൊന്നും ചേർക്കാതെ. അപ്പോൾ നമ്മൾ രാവിലെ ദോശയും ചായയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. തലേ ദിവസത്തെ ഇറച്ചിക്കറിയിൽ തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ചക്കക്കുരൊക്കെ കുറച്ചധികം തന്നെ വരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചക്കക്കുരു ഉണ്ടാക്കുന്നതും മുരിങ്ങ ഉരുണൊക്കെ കാണിക്കുമ്പോൾ ഒരുപാട് വീഡിയോ കൂടിപ്പോവും. അപ്പോൾ ഞാൻ ചക്കക്കുരുവിൽ കുറച്ച് പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ വേകാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മുരിങ്ങൻ്റെ ഇലയൊക്കെ ഇതാ ഊരെടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് വെള്ളം നനച്ചൊന്ന് കഴുകി ഒലുമ്പി എടുത്തിട്ടു. അതിൻ്റെ ആവശ്യം ഉണ്ടാകുന്നില്ല, മഴയത്ത് കിട്ടിയ മുരിങ്ങയായിരുന്നു. എന്നാലും ഞാൻ ഒന്നും കൂടി ഒന്ന് കഴുകിയെടുത്തു. പിന്നെ ഞാൻ വീണ്ടും ഊരിയിട്ട് ഒന്നും കൂടി കഴുകി. അതുകൊണ്ട് എനിക്ക് അക്കടി പറ്റുകയും ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളെ ചക്കക്കുരൊക്കെ ഇതാ പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്തത്. ഇനി ഇതിന് നമ്മൾ ഉപ്പേരിക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയിലാണ് മാങ്ങ ചേർത്തിട്ട് കറി വെക്കണത്. ശരിക്കും ഇത്രയും കറി ഇതോട്ടൊക്കെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നിട്ടോ. കാരണം കറിൻ്റെ ടേസ്റ്റ് കണ്ടപ്പോൾ അത് മുഴുവനും അങ്ങനെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു തോന്നി. അപ്പോൾ നമ്മൾ ആദ്യം ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ചട്ടിക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് ഇട്ടിട്ട് വേവിച്ചതാണെങ്കിലും മുരിങ്ങൻ്റെ ഇല ചേർക്കുന്നത് കൊണ്ട് 2-3 പച്ചമുളക് എരിവുള്ളത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ ഗ്യാസൊക്കെ ഒന്ന് കമ്മിയാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നമ്മൾ മുരിങ്ങൻ്റെ ഇല ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുരിങ്ങൻ്റെ ഇല ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അത് വീഡിയോയിൽ മിസ്സിങ് ആണ്. പിന്നെ നമ്മൾ ചക്കക്കുരു വേവിച്ചത് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉടച്ചിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ്. എന്നിട്ട് നമ്മളൊന്ന് മൂടി വെച്ചു. ആ ചക്കക്കുരു വേവിച്ച വെള്ളവും കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചു. തേങ്ങ ചേർക്കണം എന്നുള്ളവർക്ക് തേങ്ങയും പച്ചമുളകൊക്കെ ചതച്ചിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. പക്ഷേ ഞാൻ തേങ്ങ ചേർത്തിട്ടില്ല, ചേർക്കാത്തതുകൊണ്ടാണ്. തേങ്ങക്ക് ഭയങ്കര വിലയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നാലും ഇതിൻ്റെ ഒരു മണം എന്തോ ഒരു ടേസ്റ്റാണെന്നറിയാം. അത് മാത്രം മതി ചോറ് കഴിക്കാൻ. പിന്നെ നമ്മൾ ബാക്കി ചക്കക്കുരുവിലേക്ക് ഒരു മാങ്ങ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അണ്ടി കളഞ്ഞിട്ട് ഇത് കുറച്ച് പുളി കുറവുള്ള മാങ്ങയാണ്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേവിക്കുക. ഇപ്പോഴും ഞാൻ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ മുരിങ്ങൻ്റെ ഇല ഇങ്ങനെ ചട്ടിയിലിട്ട് ഉലർത്തി ഇങ്ങനെ എടുത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാ 2 വിസിൽ വീണ്ടും വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരു ഒന്നും കൂടി ഒന്ന് മാങ്ങൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടി ഒന്ന് വെന്തിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളത്തിൽ ഇട്ടിട്ട് ഉടച്ചെടുത്താൽ ഒരിക്കലും അത് ഉടഞ്ഞ് കിട്ടൂല. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒന്നാണ്ട് ഊറ്റിയെടുത്തിട്ട് നല്ലൊരു തവി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ തൈരൊക്കെ കടിയണ മത്തുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഞാൻ ഈ സ്പൂൺ കൊണ്ട് തന്നെ നല്ലപോലെ ഉടച്ചെടുത്തിട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. മാങ്ങ ചേർത്തിട്ട് തന്നെ ഇങ്ങനെ ഉടച്ചെടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലോണം ഉടയും വേണ്ട, കുറച്ചൊക്കെ കഷ്ണം അവിടെ ഇവിടെ ആയിട്ട് വേണം. എന്നിട്ട് നമ്മൾ ആ തിളപ്പിച്ച് ഊറ്റി വെച്ച വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഇതിലേക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കട്ടെ. പക്ഷേ ഈ ഒരു കട്ടിക്ക് തന്നെയാണ് ഇത് രസം ഉണ്ടാവുക. ഇനി വെള്ളം ഒഴിച്ചാൽ അത് വെള്ളം പോലെ ആവും. പിന്നെ തേങ്ങ ചേർക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ നീട്ടിയെടുക്കുക. പിന്നെ കറി താളിച്ചുമ്പോഴും ഞാൻ കുറച്ച് വെളുത്തുള്ളി ചേർത്തിട്ടോ. ചക്കക്കുരു ഇടുന്നതല്ലേ. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഉണക്കമുളകൊക്കെ പൊട്ടിച്ചിട്ട് കൊടുത്താലും ഒരു മണാട്ടോ. ഞാൻ അപ്പോൾ അതൊന്നും എടുത്തില്ല. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ ഉണ്ടാക്കി. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. സാധാരണ ചക്കക്കുരു മുരിങ്ങ മാങ്ങയും വെക്കുമ്പോൾ വെറും കടുകും കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ടാണ് താളിച്ചെടുക്കലാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ്. പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ആ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉടച്ച് വെച്ച ചക്കക്കുരു മാങ്ങൻ്റെതാണ്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ എരിവിന് നമ്മൾ മുളക് പൊടി ആദ്യം ഇട്ടാത്തതുകൊണ്ട് ഞാനത് എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തു. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചക്കക്കുരു മാങ്ങ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ ഇതിലേക്ക് പറയുമ്പോൾ അധികം ചേരുവകകളൊന്നും നമ്മൾ ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ്. പക്ഷേ ഉപ്പ് കുറച്ച് കുറവായിരുന്നു മാങ്ങ ചേർത്തതുകൊണ്ട്. ഇത് മാത്രം മതി. ഇതിൻ്റെ ഒപ്പം നമുക്ക് ഇന്നത് വേണം കൂട്ടാനെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. കാരണം ഇതിൻ്റെ ഒപ്പം ഇത് മാത്രം മതി. ചോറും ഇത് മാത്രം മതി. ചൂടാറി വരുമ്പോൾ അതൊന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ ആ കട്ടിയുള്ള തന്നെ ചോറ് കൊഴിച്ചിട്ടുണ്ട് വാരി തിന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.
അപ്പോൾ ഞാൻ കറി ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പച്ച കറിവേപ്പിൻ്റെ ഇല, നാടൻ കറിവേപ്പിൻ്റെ ഇലയാണ്. അപ്പോൾ അതും കൂടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടോ, ഒന്നും കൂടിയാണ് മണമായിക്കോട്ടെ എന്ന് കരുതി. എന്നിട്ട് നമ്മൾ ചോറിൻ്റെ ഒപ്പം നമ്മളെ ഉപ്പേരി ഉണ്ടാക്കിയ ചക്കക്കുരു, മാങ്ങ, മുരിങ്ങൻ്റെ ഇല, പറയണിയിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. എനിക്ക് എന്തോ ഒരു തപ്പലുണ്ട്, കുറേ ദിവസമായിട്ട് ഇങ്ങനെ വോയിസ് കൊടുക്കാനും പറയാനൊന്നും പറ്റലില്ല. കുറച്ചൊക്കെ ഓരോരോ പ്രശ്നങ്ങളാകൊണ്ട് ഇപ്പോൾ നമ്മൾ കറി കണ്ടോ, കറി കാണുമ്പോൾ തന്നെ നല്ല നമുക്ക് കഴിക്കാനായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ മട്ടരിൻ്റെ ചോറാട്ടോ എടുത്തിരിക്കുന്നത്, എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ നമ്മളെ കറി ഒഴിച്ചിട്ടുണ്ട്, ഇത്ര മതി കേട്ടോ. ഈ ഒരൊറ്റ കയ്യിൽ കറി തന്നെ ധാരാളമാണ് അത്ര ചോർക്ക്, കൂടുതൽ ഒഴിച്ചേ വേണ്ട, കാരണം പുളിയൊക്കെ ഉള്ളതല്ലേ. പിന്നെ ഉണക്കമീൻ മാന്തളാണെങ്കിലും ഒന്നും കൂടി നല്ലതാണ്. പക്ഷെ എനിക്ക് കിളിമീനാണ് ഉണ്ടായിരുന്നത്. ഞാൻ മീനൊന്നും എടുത്തിട്ട് തിന്നിട്ടില്ല കേട്ടോ, എന്നാലും വീഡിയോക്ക് വേണ്ടി വെച്ചൊന്നുള്ളൂ. ഞാൻ വെറും ചക്കക്കുരു മുരിങ്ങൻ്റെ ഇലയും മാത്രം കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ കഴിച്ചത്. ഭയങ്കര ടേസ്റ്റ് കാരണം ഒന്നും പറയില്ല. നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കണം, അപ്പോഴാണ് അതിൻ്റെ രസം അറിയുള്ളൂ. പെരും ചൂടാട്ടോ, നല്ല ചൂടിലാണ് ഒഴിച്ചിരിക്കുന്നത്, കൈ പൊള്ളുന്നുണ്ട്. എന്നാലും എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എടുത്തു. പിന്നെ അത് കഴിക്കുന്ന രീതി ഇതങ്ങനെയാണ് കേട്ടോ, നന്നായിട്ട് കുഴച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോണ്ടല്ലോ ആ നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതാ ഇങ്ങനെ കഴിക്കണം. നമ്മൾ സ്റ്റൈൽ നോക്കിയിട്ടൊന്നും കാര്യമില്ല. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അള്ളാ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.